അപ്പൊ ഡേ 1 നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു ആ ഒരു കരിയറിനെ പറ്റിയിട്ട്. പക്ഷെ ഈ പറഞ്ഞ എഐക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഡാറ്റ വേണം. ആ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ആളാണ് ഡാറ്റ അനലിസ്റ്റ്. അപ്പൊ വെൽക്കം ടു ഡേ 2 ഓഫ് 30 days 30 കരിയേഴ്സ്. +2 കഴിഞ്ഞിട്ട് ഡാറ്റ അനലിസ്റ്റ് ആകാൻ എന്ത് കോഴ്സ് യൂസ് ചെയ്യണം? അപ്പൊ നിങ്ങൾ സയൻസ് സ്ട്രീം എന്നുള്ള ഒരാളാണെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BCA അല്ലെങ്കിൽ BTech CSC ഓർ IT. നിങ്ങൾ കൊമേഴ്സ് സ്ട്രീമിലുള്ള ഒരാളാണെങ്കിൽ BCom പ്ലസ് ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ BBA പ്ലസ് ഡാറ്റ അനലിറ്റിക്സ്. അപ്പൊ ഈ ഡിഗ്രി മാത്രം ഒരിക്കലും മതിയാവില്ല, സ്കിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഒരു സ്കിൽസ് നിങ്ങൾ കമ്പൽസറി ആയി പഠിക്കണം. അഡ്വാൻസ്ഡ് എക്സൽ, SQL, പവർ BI, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ്, പൈത്തൺ അത് അഡ്വാൻസ്ഡ് ലെവലിലാണ്, പക്ഷെ അത് ഹൈലി റെക്കമെൻഡഡ് ആണ്. പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിയൽ ഡാറ്റ സെറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു കരിയറിൽ വരുന്ന ജോബ് റോൾസ് പറഞ്ഞാൽ ജൂനിയർ ഡാറ്റ അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, MIS എക്സിക്യൂട്ടീവ്, റിപ്പോർട്ടിംഗ് അനലിസ്റ്റ്. അപ്പൊ ഇന്ത്യയിൽ ഈ ഒരു ജോബിന് സ്റ്റാർട്ടിംഗ് സാലറി 3 to 6 LPA ആണ്. എക്സ്പീരിയൻസ് കൂടുമ്പോൾ ഒരു 8 to 12 LPA വരെ പോകാം. അപ്പൊ നല്ല സ്കില്ലും നല്ല എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ സാലറിക്ക് ലിമിറ്റ് ഇല്ല. അപ്പൊ ഈ കരിയർ ആരൊക്കെ ചൂസ് ചെയ്യണം? നമ്പേഴ്സ് ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ലോജിക്കൽ തിങ്കിങ് ഉള്ളവരാണെങ്കിൽ, കമ്പ്യൂട്ടർ വർക്ക് കംഫർട്ടബിൾ ആണ് നിങ്ങൾക്കെങ്കിൽ, ഓഫീസ് ബേസ്ഡ് അനലിറ്റിക്കൽ ജോബ് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ടെക് ഫീൽഡിൽ ഒരു ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത് പക്ഷെ ഹെവി കോഡിങ് വേണ്ട. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡാറ്റ അനലിറ്റിക്സ് ഒരു സ്മാർട്ട് ഓപ്ഷൻ ആണ്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഡേ 3 ഏത് കരിയർ വേണമെന്ന് കമന്റ് ചെയ്താൽ മതി.